ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ കടലമാവ് വെച്ചിട്ട് നല്ലൊരു ലഡു തയ്യാറാക്കിയാലോ? എങ്ങനെയുണ്ടാവും? അപ്പോൾ നമുക്ക് ലഡു തയ്യാറാക്കാനായിട്ട് ഈ കപ്പിൽ ഞാനൊരു 1.5 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. ആദ്യം 1 കപ്പ് എടുത്ത് ഞാനൊരു അരിപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കട്ടയും പൊടിയും ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരാനായിട്ട് നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ടാണ് നന്നായിട്ട് ഇതേപോലെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് കടലമാവും കൂടെ ഞാൻ അരിപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ടുണ്ടല്ലോ നമുക്കതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ആ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊന്നും കാണത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതേപോലെ അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ കട്ടയും പൊടിയും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയാണ്. അപ്പോൾ ഇതൊന്നും നമുക്കൊരു നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത്രയും വെള്ളം നമുക്ക് ആവശ്യം വരത്തില്ലായിരിക്കും കേട്ടോ. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ. നമ്മൾ പെട്ടെന്ന് തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് കട്ടയൊന്നും ഉടഞ്ഞു കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ വളരെ സാവധാനത്തിൽ കുറേശ്ശെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. വെള്ളം എത്ര ഒഴിച്ചാലും ഇത് കലങ്ങാത്ത പോലെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുവേ. അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ച് ഇതേപോലെ ഒന്ന് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം കേട്ടോ. ഇത്രയും ലൂസ് മതി കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഇത്രയും വെള്ളം അധികം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അധികം വന്നു. അപ്പം ഞാൻ കേക്കിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി എണ്ണ തടവി കൊടുത്തിട്ട് ആ ബാറ്റർ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിനി ഈ ബാറ്റർ ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വല്ല അപ്പച്ചെമ്പിൻ്റെ തട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. ഞാനിതൊരു അരിപ്പ പാത്രത്തിൻ്റെ മുകളിലാണ് ഈ കേക്കിൻ്റെ മോൾഡ് വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ. അടിയിലൊരു ചരുവം വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കപ്പിന് ഞാൻ 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു 1.25 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അതിലേക്കൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അലിയിച്ചെടുത്ത് നമ്മളിങ്ങനെ വിരലിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒട്ടുന്ന പാകമായാൽ മതി കേട്ടോ. അതവിടെ പഞ്ചസാര അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കടലമാവിൻ്റെ ബാറ്ററൊക്കെ ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്ന് മാറ്റി വെച്ച് ഇച്ചിരി നേരം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. തണുക്കാനായിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണേ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ അത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. രണ്ടാമത്തേതും ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വീണ്ടും നമുക്ക് അതങ്ങ് എടുത്ത് വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒന്ന് വരണം കേട്ടോ. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട കേട്ടോ. അപ്പം വീണ്ടും ഞാൻ ഒരു പാനെടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. മെൽറ്റായി വന്നിട്ട് നെയ്യ് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഞാനുണ്ടല്ലോ അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലമാവില്ലേ, വേവിച്ച് പൊടിച്ച് വെച്ചേ ആ കടലമാവ് മുഴുവനേക്ക് ആ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നെയ്ക്കകത്ത് കിടന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി നല്ലൊരു നെയ്യുടെ മണമൊക്കെ വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി ഇതിനകത്ത് ഇച്ചിരി വെള്ളമയമൊക്കെ കാണും. ആ വെള്ളമയമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന്
പറ്റി വരണം കേട്ടോ. എന്നിട്ട് അതേപോലെ നമുക്കിത് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പഞ്ചസാര പാനി എന്തായെന്ന് നോക്കാം. പഞ്ചസാര പാനി ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു നൂൽപ്പരുവോ ആകണ്ട, നമ്മുടെ വിരലിൽ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ പഞ്ചസാര ഇങ്ങനെ ഒട്ടുന്ന പരുവാണേ. ആ സമയമായപ്പോൾ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കടലമാവിൻ്റെ പിന്നെ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും പഞ്ചസാരപ്പാനി കുറച്ച് കൂടിപ്പോയോ എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ എങ്കിൽ കൂടിയൊന്നും പോയിട്ടില്ല, അങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഈ പഞ്ചസാരപ്പാനിയൊക്കെ ഒന്ന് പറ്റിച്ച് വരണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴത്തേന് ഈ പഞ്ചസാരപ്പാനിയൊക്കെ ഒന്ന് പറ്റി വന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് തിക്കാവും കേട്ടോ. ഈ സമയം ഇതിനകത്തേക്ക് ഞാൻ മുന്തിരിങ്ങ നെയ്ക്കകത്ത് വറുത്തതാണേ, അത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, മുന്തിരിങ്ങ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തപ്പോഴത്തേന് ഇതുണ്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടെ നമുക്കതങ്ങ് ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ കൂട്ട് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. തണുത്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിത് ലഡുവായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതേ രീതിയിൽ ഇത് തണുത്ത് വന്നിട്ടുണ്ട്, എന്നാലും നല്ലൊരു സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ലഡുവിൻ്റെ പാകത്തിന് നമുക്ക് പിടിച്ചെടുത്ത് വെക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ അത് പിടിച്ചെടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് തണുത്താണ് ഇരിക്കുന്നത്. അപ്പം ഇതേപോലെ എല്ലാം ഞാൻ ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് നല്ല ലഡു ആക്കിയിട്ട് പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. എൻ്റെ അടുത്ത നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.